ഹലോ അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് പോയിട്ടുള്ളത് അൺലിമിറ്റഡ് നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചതും വാങ്ങിക്കാനാട്ടാ. നമ്മുടെ പൊന്നാനി റൂട്ടിലേക്ക് പോകുമ്പോൾ അകലാട് എന്നുള്ള സ്ഥലത്താട്ടോ ഈ ഒരു കട കാണുന്നത്. ഭയങ്കര തിരക്കാണ്. നമ്മൾ രാത്രി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ല. ഒരാൾ കഴിച്ചു കഴിഞ്ഞിട്ട് അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ നമ്മൾ പോയ സമയത്ത് അവിടുത്തെ ചോറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുള്ളത്. അപ്പം ഇനി അത് വെക്കാനായിട്ടുള്ള പരിപാടി അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ പൊരിച്ചുകൊണ്ടേ ഇരിക്കാട്ടാ. ഈ ഒരു ചോറ് വെന്തിട്ട് ഇതും വാങ്ങിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് പോവാൻ. അപ്പം അതിനായിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മളും ഉണ്ട് കേട്ടോ. ഈ ഒരു ചിക്കൻ പൊള്ളിച്ചതിന് ഭയങ്കര സ്മെല്ലാണ്. പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പച്ച മസാലയുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ല് നമുക്ക് ഇങ്ങനെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. എത്ര വെയിറ്റ് ചെയ്താലും നമ്മളിത് വാങ്ങിച്ചിട്ട് പോകണം എന്നുള്ളൊരു വാശിക്കാട്ടോ അങ്ങനെ നിന്നത്. നമ്മൾ പോയതിന് ശേഷം അടുത്ത ട്രിപ്പും കൂടെ അതാട്ടോ അവർ ചിക്കൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു കല്ലാണ്, നമ്മുടെ പൊറാട്ട കല്ലിനേക്കാളും വലിയൊരു കല്ല്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ലാട്ടോ, വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇടുന്ന ചിക്കനിൽ മസാല കുറവാണ്. ഇത് ഏകദേശം ഒന്ന് സെറ്റ് ആവുന്നതിനനുസരിച്ചാണ് ഇവർ ആ പച്ച മസാല ഇതിൻ്റെ മേലത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ചോറൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് മിക്സ് ആക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർ പകുതി ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ മാറ്റി വെക്കും. പിന്നെ വീണ്ടും അത് കല്ലിലിട്ടിട്ട് എന്തോ ഒരു സംഭവം വെച്ചിട്ട് ഒരു മുട്ടി പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ചിക്കൻ അങ്ങോട്ട് അടിച്ചമർത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ടൊന്നും കിട്ടില്ല. ചിക്കൻ ഇങ്ങനെ ഭയങ്കര ജ്യൂസി ആയിട്ടായിരിക്കും ഇതിങ്ങനെ ആ ഒരു അടിക്കുന്നതിൽ ഈ ഒരു മസാലയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാട്ടോ. നമുക്ക് കണ്ടിരിക്കാനും നല്ല രസമുണ്ട്. എത്രയും സമയം നമ്മൾ ആ ഒരു പോണത് അറിയില്ല അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട്. അതിന് ശേഷം അവർ ആ ഒരു പച്ച മസാല കേട്ടോ ആ ചിക്കൻ്റെ മേലത്തേക്ക് തേച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഫ്ലേവറാണ് ആ ഒരു മസാലയ്ക്കുള്ളത്. എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആ ഇൻഗ്രീഡിയൻസ് ഒന്നും അറിയില്ല. അവരുടേതായിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ അതിൽ പ്രത്യേകം എടുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. മസാലയുടെ മേലത്തേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക്, സവാള, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം കൂടെ അരിഞ്ഞതാട്ടോ അതിൻ്റെ മേലത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവാനായിട്ട് അവരിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കുറച്ചും കൂടെ അതാ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ടൈപ്പുള്ള ഒരു പാത്രമല്ലേ അതിലെന്തോ വെള്ള തോന്നുന്നു കേട്ടോ. അതിങ്ങനെ ഓരോ ചിക്കൻ്റെ മേലത്തേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ അയൺ ബോക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ അതിങ്ങനെ എല്ലാ ചിക്കൻ്റെ മേലത്തേക്ക് ഇങ്ങനെ വെച്ചിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ.
നിന്ന നിപ്പിൽ തന്നെ നമ്മുടെ ചോറ് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ എത്ര ടൈമാല്ലേ നമ്മളൊരു ചോറൊക്കെ ഉണ്ടാക്കാൻ. ഇത് നമ്മൾ ഈ ഒരു നിൽക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് അവരുണ്ടാക്കിയിട്ടാണ്. ചിക്കൻ ഇപ്പുറത്തെ സൈഡിലും സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പാഴ്സൽ വാങ്ങിക്കാൻ പോവുക. നമ്മൾ അതിനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ കുറേ നേരമായിട്ട്. ഞാൻ ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് മസാല നമ്മുടെ ചിക്കൻ്റെ ഒപ്പം വെക്കണം കേട്ടോ. ഇതിലത്തെ ഗ്രേവിനേക്കാളും ആ ഒരു ചിക്കൻ പീസും ഈ ഒരു മസാലയും കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ആ കുട്ടി നമുക്കായിട്ട് കുറേ മസാല ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വീട്ടിൽ പോയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുവഴി പോകാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ.